നമ്മുടെ ലൈഫ് ഇങ്ങനെ ശോകമടിച്ചു പോകുന്നൊരു സമയത്ത് അതിലേക്ക് സന്തോഷത്തിൻ്റെ ഒരു ചെറുതിരി കത്തിക്കുന്ന ചിലരെങ്കിലും കാണത്തില്ലേ? അങ്ങനെ ഒരാളാണ് എനിക്ക് ശത്ത്. ചുറ്റും നിന്ന് കാണുന്നവർക്ക് ഇവനൊരു വെറും ഒരു പട്ടിക്കുട്ടൻ മാത്രമാണ്. വീടിൻ്റെ കാവലിന്, വീടിന് വെളിയിലൊരു കൂട്ടിലടച്ചിട്ടേക്കുന്ന ഒരു ജീവന്. പക്ഷേ എനിക്കങ്ങനെയല്ല കേട്ടോ. കൂട്ടിലിടാൻ വേണ്ടിയാണ് നമ്മൾ കൂടൊക്കെ പണിതത്. പക്ഷേ അത് കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. വീട്ടിലാരെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ ഇവൻ പ്രശ്നം ഉണ്ടാക്കുന്ന ചില സമയങ്ങളുണ്ട്, രാവിലെയോ വൈകുന്നേരമോ ഒക്കെ. അങ്ങനെ കുറച്ച് സമയം കൂട്ടിലിടാനേ നമ്മൾ കരുതിയിട്ടുള്ളൂ. ഈ വീടിനുള്ളിൽ ഞങ്ങളെപ്പോലെ തന്നെ എല്ലാ അവകാശങ്ങളും ഉള്ളൊരു കുഞ്ഞാണിത്. ഇവനിവിടെ സോഫയിലോ ബെഡിലോ എവിടെ വേണമെങ്കിലും കിടക്കാം. ഞങ്ങളിലൊരാളായി, അല്ലെങ്കിൽ ഞങ്ങളെക്കാളും മുൻപന്തിയിൽ ഈ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി ഇവ മാറിക്കഴിഞ്ഞു. ആരാലും അറിയപ്പെടാതെ എന്നോ അവസാനിച്ചു പോകുമായിരുന്നൊരു കുഞ്ഞു ജീവന് ഇന്ന് നിറയെ ആരാധകരുമായി, ആറ്റിറ്റ്യൂഡിൻ്റെ രാജകുമാരനായി അങ്ങനെ അരങ്ങ് തകർത്താടുകയാണ്. അതെ, ഇതെൻ്റെ രാജകുമാരൻ ശക്തനായ കഥയാണ്. കുഞ്ഞാറ്റ എന്ന കുഞ്ചു, ശക്തനായ കഥ, ശക്തരിൽ ശക്തനായ കഥ. ഇനി നമുക്ക് കഥയുടെ ബാക്കി അറിയണ്ടേ? അന്ന് എന്നെ രാത്രി വിളിച്ചത് കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI ആയിരുന്നു. ഉറങ്ങിയിരുന്നില്ല ഞാൻ. ഓരോന്നാലോചിച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഉറക്കം വരുന്നില്ല. ഇഷ്ടം പോലെ ആലോചിക്കാനുണ്ടായിരുന്നല്ലോ അന്നത്തെ തന്നെ കാര്യങ്ങൾ. അങ്ങനെ ചോദിച്ചു, നിങ്ങളിന്ന് ഇരിങ്ങാലക്കുട പോയിരുന്നോ? ഞാൻ പറഞ്ഞു, ഇന്നല്ല, ഇന്നലെയാണ് പോയത്. ഇന്ന് തിരിച്ചു വന്നു. അപ്പോൾ ചോദിച്ചു, എന്തിനാണ് പോയത്? ഞാൻ പറഞ്ഞു, എൻ്റെ ഡോഗിനെ അവിടെ ഷെൽട്ടറിലാക്കിയിരുന്നു, ആക്കാൻ കൊണ്ടുപോയതാണ്. അവനവിടെ നിൽക്കാതെ വന്നുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ എങ്ങനെയാണ് കൊണ്ടുപോയത്? ഞാൻ പറഞ്ഞു, ഓട്ടോയിലാണ് കൊണ്ടുപോയത്. അപ്പോൾ ഓട്ടോ എവിടെ ഉള്ളതായിരുന്നു എന്ന് അടുത്ത ചോദ്യം. അത് അവിടെ ഷെൽട്ടറിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ പേരെന്താണെന്ന് ചോദിച്ചു. പേരെനിക്കറിയില്ലെന്ന് പറഞ്ഞു. അതെന്താ പേരറിയാത്തത്? ഞാൻ പറഞ്ഞു, ഓട്ടോയിൽ കയറുന്ന ഓട്ടോ ഡ്രൈവറിൻ്റെ പേര് തിരക്കേണ്ട കാര്യമുണ്ടോ? ടാക്സി വിളിച്ചാൽ നമ്മൾ ഡ്രൈവർമാരുടെ പേരെന്തിനാണ് ചോദിക്കുന്നത്? പിന്നെ ചോദിച്ചു, അയാൾക്ക് എത്ര രൂപ കൂലി കൊടുത്തു? ഞാൻ പറഞ്ഞു, 6000 രൂപ കൊടുത്തു. ചോദിച്ചു, അതെങ്ങനെയാണ് കൊടുത്തത്? ക്യാഷായിട്ടാണോ ഗൂഗിൾ പേ ആയിട്ടാണോ? ഞാൻ പറഞ്ഞു, ഗൂഗിൾ പേ വർക്കല്ലായിരുന്നു, അതുകൊണ്ട് ATM നിന്ന് എടുത്ത് കൊടുത്തു. അപ്പോൾ ഗൂഗിൾ പേ ചെയ്യാൻ ശ്രമിച്ചു നോക്കിയോ? ഞാൻ പറഞ്ഞു, 4-5 തവണ ശ്രമിച്ചു നോക്കി. പിന്നെ ATM പോയി എടുത്തു കൊടുത്തത്. അപ്പോൾ അയാളുടെ പേരറിയാതാണോ ഗൂഗിൾ പേ ചെയ്യാൻ നോക്കിയത്? അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു, ഗൂഗിൾ പേ ചെയ്യാൻ നമ്പർ മതിയല്ലോ, പേര് നോക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ ഓട്ടോ കൂലി കൊടുക്കുന്നതിന് പേര് ഓർത്ത് വെക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. ഈ രാത്രി നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നത്? അയാളുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ അയാളുടെ വീട്ടിലോട്ട് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. അപ്പം പോലീസുകാർ പറഞ്ഞ്, ഈ സമയത്ത് വിളിച്ച് ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണം, അയാൾ പറഞ്ഞൊന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല, അതുകൊണ്ട് വിളിച്ചാൽ. അയാൾ തന്നെ ആ നമ്പർ തന്നിട്ട് ചേച്ചിയെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞെന്ന്. കിട്ടിയ കാശും കൊണ്ട് അയാൾ ബാറിലെങ്ങാണ്ട് കയറി മൂക്കറ്റം കുടിച്ചത്രേ. കുടിച്ച് വണ്ടി ഓടിച്ചതിന് അവർ പിടിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേഷനിലാണ്, കൂത്താട്ടുകുളം സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ട്. അയാൾ പറഞ്ഞതൊക്കെ കറക്റ്റാണോ എന്നറിയാൻ കൺഫേം ചെയ്യാൻ വേണ്ടി അവരെന്നെ വിളിച്ചതാണ്. ഇയാളെ ഇനി നാളെ രാവിലെ വിടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ രാവിലെയോ 2 ദിവസം കഴിഞ്ഞോ ഒക്കെ വിട്ടാൽ മതി, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു, വേറെ ഒന്നും അറിയാനില്ലല്ലോ? ഇല്ലടോ. ഓക്കെ, ഞങ്ങളൊരു സംശയത്തിൻ്റെ പേരിൽ വിളിച്ചതാണ്, അയാൾ പറഞ്ഞതൊക്കെ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളെന്ന് പറഞ്ഞു. എന്നാൽ ശരിയെന്നും പറഞ്ഞ് ഫോൺ കട്ടായി. ദൈവമേ, എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ഒരു ദിവസം ഞാൻ അനുഭവിച്ചു കൂട്ടിയത്. അതിൻ്റെ കൂടി ഇത്. അയാൾ കുടിച്ച് വണ്ടി ഓടിച്ചതിന് ഞാനാണ് ഉത്തരം പറയേണ്ടത്. അന്ന് നനഞ്ഞ മഴ മുഴുവന് ശ്വാസമുട്ടലിൻ്റെ രൂപത്തിൽ രാത്രി വന്ന് കയറി. അതിന് ഞാൻ ഇൻഹേലർ എടുത്തിട്ടാണ് കിടന്നത്. വീണ്ടും ഈ കോള് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടി ഇൻഹേലർ എടുത്ത് എന്നിട്ടാണ് കിടന്നത്. പിറ്റേന്ന് രാവിലെ എണീറ്റ ഉടനെ ഇതാണ്ട് ഒരാൾ കട്ടിലിൻ്റെ കീഴിൽ കയറി കിടക്കുന്നു. കുറച്ച് കഴിഞ്ഞ് അവിടെ അങ്ങ് ഛർദ്ദിച്ച് വെച്ചു. സാധാരണ അവനെ വീടിനുള്ളിൽ അങ്ങനെ ഛർദ്ദിക്കാറില്ല. ഛർദ്ദിക്കണമെങ്കിൽ മുറ്റത്ത് പോയേ ഉള്ളൂ. പക്ഷേ അന്ന് കട്ടിലിൻ്റെ കീഴിൽ നിന്ന് ഇറങ്ങിയില്ല. 2 തവണ ഛർദ്ദിച്ചപ്പോഴത്തേക്ക് എനിക്ക് പേടിയായി. 2 തവണയും കട്ടിലിൻ്റെ കീഴിൽ തന്നെ ഛർദ്ദിച്ച് വെച്ചു. ഞാൻ പിന്നെ ഡോക്ടറെ പോയി കണ്ടു. എന്നെ കണ്ടപ്പോഴേ ഡോക്ടർ ചോദിച്ചു, എന്താടോ താൻ വന്നത്? തൻ്റെ ഡോഗ് എന്തിയെ, കൊണ്ടുപോയില്ലയോ? ഞാൻ പറഞ്ഞു, കൊണ്ടുപോയതുപോലെ തിരിച്ചു കൊണ്ടുവന്ന ഡോക്ടറെ. നന്നായിടോ, എനിക്കും വിഷമം തോന്നിയിരുന്നു. പിന്നെ തൻ്റെ സാഹചര്യമല്ലേ എന്ന് കരുതിയാണ് ഞാനൊന്നും പറയാതിരുന്നത്. പിന്നെ ഇവിടുന്ന് മരുന്നും വാങ്ങി ഞാൻ വന്നിട്ടും കുഞ്ഞ് കട്ടിലിൻ്റെ കീഴിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഒരാഴ്ച എൻ്റെ കുഞ്ഞ് കട്ടിലിൻ്റെ കീഴിൽ തന്നെ കിടന്നു. അപ്പിടാനും മുള്ളാനും മാത്രം ഇറങ്ങും. ആഹാരമാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഞാൻ കട്ടിലിൻ്റെ കീഴിൽ കയറി വായി വെച്ച് കൊടുക്കണം. ആ 2 ദിവസങ്ങളിലെ സങ്കടവും ദുരിതവും എല്ലാം ആ കുഞ്ഞ് മനസ്സിലൊരു വേദനയായിട്ട് മാറിക്കാണും. അത് ആ കട്ടിലിൻ്റെ കീഴിൽ നിന്ന് ഇറങ്ങാതെ അങ്ങനെ കിടന്നത്. മുൻപും അങ്ങനെ അവന് ശരീരത്തിൻ്റെ വേദനയായാലും മനസ്സിൻ്റെ പ്രയാസമായാലും ഒക്കെ കട്ടിലിൻ്റെ കീഴിൽ കയറിയാണ് ഭാരമിറക്കി വെക്കുന്നത്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു.
എൻ്റെ പൊന്നുമോന് കട്ടിലിൻ്റെ കീഴിൽ നിന്ന് പുറത്തിറങ്ങാൻ. അത് പക്ഷേ പഴയ ശക്തനായിരുന്നില്ല കേട്ടോ. ആ ഭീകര വേർഷനൊന്ന് ഒതുക്കി വെച്ച് കുറച്ചൊരു ഡീസൻ്റ് പയ്യനായി. വലിയ മുടകളൊന്നുമില്ല, എങ്കിലും കുരുത്തക്കേടൊക്കെ ഉണ്ട്. രാത്രി കഥ കടിച്ചു കഴിഞ്ഞാൽ മര്യാദരാമനായിട്ട് കിടന്നുറങ്ങിക്കോളും. മുൻപത്തെ പോലുള്ള ബഹളങ്ങളില്ല. വെളുപ്പിന് എണീറ്റ് നടക്കാൻ പോകും, വൈകുന്നേരവും നടക്കാൻ പോകും. മൊത്തത്തിലൊരു സൽഗുണസമ്പന്നൻ. അടുത്ത കന്നിമാസം വന്നു. ഞാൻ ഭയന്നായിരുന്നത്, പക്ഷെ പേടിച്ച പോലൊന്നും സംഭവിച്ചില്ല. രാത്രികളൊക്കെ ശാന്തമായിട്ട് കടന്നുപോയി. പെണ്ണുങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ ചെറുതായിട്ടൊരു മോങ്ങലും കരച്ചിലുമൊക്കെ, അത്രയേ ഉള്ളൂ. ചെറിയ ചില മുടകൾ, അല്ലാതെ പഴയ ആ ബാലങ്കേ നായർ മുരട്ട് സ്വഭാവമൊന്നും ഇല്ലായിരുന്നു. ആ 2 ദിവസത്തെ അനുഭവം അവൻ്റെ ഉള്ളിലൊരു ട്രോമയായിട്ട് കടന്നു കൂടിയിട്ടുണ്ടാവാം. ഇനിയും പ്രശ്നങ്ങളുണ്ടാക്കിയാൽ കൊണ്ട് കളയുമോ എന്നൊരു ഭയം ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവൻ്റെ വികാരങ്ങളെ അടക്കി നിർത്താൻ തക്ക പ്രാപ്തി അവൻ്റെ മനസ്സ് നേടിയെടുത്ത് കാണും ആ അനുഭവങ്ങളിൽ നിന്ന്. അങ്ങനെ ചാലക്കുടി പോക്കോടുകൂടി എൻ്റെ പൊന്നുമോന് 10 മാറ്റ് തങ്കമായി. ഡീസൻ്റ് പയ്യൻ. പിന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഇനി ഒരു നിമിഷം എന്നെ പിരിഞ്ഞ് നിൽക്കില്ലെന്നൊരു വാശി. ആ ഷെൽട്ടറിലന്ന് ഒരുപാട് ഫീമെയിൽ ഡോഗ്സൊക്കെ ഉണ്ടായിരുന്നു. ചെന്ന നേരം കൊണ്ട് തന്നെ അവരോട് പലരോടും അവൻ ഇണങ്ങുകയും ചെയ്തതാണ്. എന്നിട്ടും അവൻ അവിടുന്ന് ചാടിയത് എനിക്ക് വേണ്ടിയായിരുന്നു, എന്നെ അവന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. മറ്റെന്തിനേക്കാളും അവൻ വില കൽപ്പിച്ചത് അവൻ്റെ അമ്മയ്ക്ക് തന്നെയായിരുന്നു. അമ്മയെ അല്ലാതെ ഈ കുഞ്ഞു ജീവിതത്തിൽ മറ്റൊന്നും വേണ്ടെന്ന് അവൻ തീരുമാനിച്ചെങ്കിൽ ഈ പൊന്നുംകുടത്തിനെ ഞാനും സ്നേഹിക്കണ്ടേ? അതുപോലെ എൻ്റെ ജീവൻ്റെ ജീവനായി, എൻ്റെ മോനേക്കാൾ കൂടുതൽ. പലരും എന്നെ വിമർശിക്കാറുണ്ട്, ഞങ്ങളുമൊക്കെ പട്ടിയെ വളർത്തുന്നുണ്ടല്ലോ, പക്ഷേ ഇതുപോലെ ആരും തലയെ കയറ്റി വെച്ച് നടക്കുന്നില്ലെന്ന്. അവരോടൊന്നും എനിക്കൊന്നും ഒരു മറുപടിയും പറയാനില്ല. എൻ്റെ ഉള്ളിൽ എനിക്കൊരിക്കലും പറിച്ചറിയാൻ കഴിയാത്ത വിധം വേര് പിടിച്ചു പോയൊരു കുഞ്ഞു ചെടിയാണ് എൻ്റെ ശക്തൻ. ഞാൻ ജന്മം കൊടുത്ത എൻ്റെ മോനേക്കാളും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനേക്കാളും ഇന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ സ്നേഹം തോന്നുന്ന ഒരു കുഞ്ഞു കിതയം, അതാണ് എൻ്റെ ശക്തൻ. അറിയാം ഒരിക്കലും പിരിയേണ്ടി വരുമെന്ന്, എന്നാലും ഇതെൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പിരിഞ്ഞു പോയാലും മായ്ച്ചു കളഞ്ഞാലും എൻ്റെ ആത്മാവിനോടൊപ്പം ഈ കുഞ്ഞു ഹൃദയം എന്നും ഉണ്ടാവും. ചാലക്കുടി കഥ ഇതോടെ അവസാനിച്ചു. പക്ഷേ ഇനി ഒരുപാട് യുദ്ധങ്ങളുടെ കഥ നിങ്ങളോട് പറയാനുണ്ട്. അതുപോലെ ഒരു ഓപ്പറേഷൻ ശുനൂർ നടത്തിയിട്ടുണ്ട്, അതിൻ്റെ കഥയുമുണ്ട്. അങ്ങനെ പല പല കഥകളുമായി നിങ്ങളുടെ രാജകുമാരൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്.